കേരളത്തിൽ കൂലിപ്പണിക്കായി എത്തിയ ആസം സ്വദേശിയായ യുവാവ് കോടീശ്വരൻ. ദേശീയപാതയുടെ നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച് വിറ്റ് യുവാവ് സ്വന്തമാക്കിയ സമ്പാദ്യം കണ്ട് പോലീസ് ഞെട്ടി. നമ്മുടെ അതിഥികൾക്ക് മാസം തോറും ഓരോ കിറ്റും 25,000 രൂപ ധനസഹായവും കൂടി അനുവദിക്ക് തോൽവിയുടെ കാരണഭൂത. സിമന്റും കമ്പി ഉൾപ്പെടെ മുക്കാനുള്ള പരമാധികാരവും എന്തിനുമുള്ള സർവ്വ സ്വാതന്ത്ര്യവും നൽകി ഓമനിച്ച് പരിപാലിക്കുവല്ലേ. തമ്പാനൂരാ ഫ്രഷ് അപ്പോയിന്റ്മെന്റാ. അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റിനെ പറ്റി കേട്ടിട്ടില്ലല്ലോ. കഷ്ടം. നിയമപാലകർ ഞെട്ടിയത് എന്തിനാണാവോ? അന്യസംസ്ഥാന MLA-മാരെ നാളെ സല്യൂട്ട് ചെയ്യേണ്ടി വരുമോ എന്നോർത്തിട്ടാവും. യുവാവ് ഉൾപ്പെടെ 5 പേർ കോഴിക്കോട് പോലീസിന്റെ പിടിയിലായി. 5 പേര് അവർ സംഘടിതമായി മുന്നേറട്ടെ. നമ്മുടെ ബസ് സ്റ്റോപ്പുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഒക്കെ ഓരോ സ്വാഗത സെല്ലും കൂടി ഇവർക്ക് വേണ്ടി രൂപീകരിക്കണം. അതിഥികൾ ഇങ്ങോട്ട് ഒഴുകട്ടെ. റോഡരികിലെ ഒരു സൈക്കിൾ റിക്ഷ ശ്രദ്ധയിൽപ്പെട്ട പോലീസ് പരിശോധന നടത്തിയപ്പോൾ കണ്ടെത്തിയത് നിറയെ ദേശീയപാത നിർമ്മാണ സാമഗ്രികൾ. അതിഥി ദേവോ ഭവ. പാവങ്ങൾ എന്തോ പുതിയ സംരംഭം തുടങ്ങാൻ ശ്രമിച്ചതാ കേട്ടോ. കട്ടുമുടിച്ച് മാതൃക കാട്ടുന്നവരെ പിന്തുടർന്നു എന്നൊരൊറ്റ തെറ്റേ അവർ ചെയ്തിട്ടുള്ളൂ. നിർമ്മാണ സാമഗ്രികളുടെ കുറവ് കൊണ്ട് നിർമ്മിക്കുന്ന സർവ്വതും ഇടിഞ്ഞു പൊളിഞ്ഞ് മലയാളികൾക്ക് വംശനാശം സംഭവിച്ചാലും തരിയെ നിലനിർത്താൻ അതിഥികൾ വോട്ട് കുത്തും എന്നാവും ഇവിടുത്തെ പ്രത്യാശ. മോഷണമുദ്രകൾ സൂക്ഷിക്കാൻ പ്രതികൾ 60,000 രൂപ വാടകയുള്ള ഗോഡൌണും വാടകയ്ക്കെടുത്തിരുന്നു. 60,000 രൂപ മാസ വാടകയ്ക്ക് ഗോഡൌൺ എടുത്ത അതിഥി തൊഴിലാളി. എല്ലാം മുഖ്യ ദുരന്തത്തിന്റെ അനുഗ്രഹം. ഇതില് വലിയ സംശയത്തിനിടയില്ലാത്തൊരു കാര്യമാണല്ലോ അത്. നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മുടെ അതിഥികളുടെ ജീവിത പുരോഗതി, അതായിരുന്നല്ലോ ആ മഹാത്മാവിന്റെ ലക്ഷ്യം. അതേറെക്കുറെ സാധ്യമായി. കൊലക്കേസുകളിൽ ഉൾപ്പെടെ എത്ര അതിഥി ക്രിമിനലുകൾ ജയിലിൽ കിടക്കുന്നുണ്ടെന്ന് കണക്കെടുപ്പ് നടത്തിയാൽ തന്നെ അറിയാം. പിന്നെ മറ്റൊരു കാര്യം, ഇത്രയും വലിയ വാടകയ്ക്ക് ഗോഡൌണൊക്കെ എടുത്ത് കോടികളുടെ മോഷണം വിശദമായി ഒറ്റയ്ക്ക് നടത്താനുള്ള ശേഷി ഇവർക്കുണ്ടോ എന്ന്. നമുക്ക് പലതും ചെയ്യാനുണ്ട്. അല്ല, പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ചരടുവലി ക്രിമിനലുകളൊന്നും പിന്നെ വെട്ടത്ത് വരാറില്ലല്ലോ. 50 ലക്ഷം രൂപയുടെ മോഷണ സാധനങ്ങളാണ് പോലീസ് പിടികൂടിയത്. മിക്കതും ദേശീയപാത നിർമ്മാണ സാമഗ്രികൾ. റോഡിൽ കടന്ന് തുരുമ്പെടുത്ത് നശിക്കണ്ടല്ലോ എന്ന് കരുതി എടുത്തതായിരിക്കും കേട്ടോ. ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ ഇറക്കി വെറുതെ വേസ്റ്റ് ആക്കുന്നത് എന്തിനാ? രാഷ്ട്രീയക്കാരെയും കോൺട്രാക്ടർമാരെയും മാത്രം ഇത്രയും നാളും സൂക്ഷിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഇരട്ടി ഇവരെ പേടിക്കേണ്ട അവസ്ഥ വരെ ആയി. മലയാളികൾക്ക് ഏതായാലും ഇവിടെ ഒരു തരത്തിലുള്ള ജീവിത സാഹചര്യം ഇല്ല. അതുള്ളവർ നല്ല വെടിപ്പായിട്ട് എടുത്തിട്ടങ്ങ് ഉപയോഗിക്കുന്നു. കേരളത്തിനങ്ങനെ സ്വദേശി പരദേശി എന്നൊന്നും ഇല്ലല്ലോ. ആർക്കും എപ്പോഴും എവിടെയും എന്തിനും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഇവരുടെ കൈവശമുണ്ടായിരുന്ന 1 കോടിയോളം രൂപ വില വരുന്ന കവർച്ചാ മുതലുകൾ ലോറിയിൽ കയറ്റിക്കൊണ്ടുപോയെന്ന് പോലീസിന് അറിയാനായി. കവർച്ചയ്ക്ക് ഉപയോഗിച്ച 6 സൈക്കിൾ റിക്ഷകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. നമ്മൾ വിലയും നികുതിയും കൊടുത്ത് നമ്മുടെ കാശിന് ഡീസലും അടിച്ച് റോഡിലിറക്കിയ വണ്ടിയിൽ കൂളിംഗ് പേപ്പർ ഒട്ടിച്ചു എന്ന ക്രിമിനൽ കുറ്റത്തിന് യൂണിഫോം പോലും ഇടാത്ത ഏമാന്മാർ പുറകെ വന്ന് ഫോളോ ചെയ്ത് ഫോട്ടോ എടുത്ത് 250ഉം 500ഉം അടിച്ച് കയ്യിൽ തരും. അടച്ചില്ലെങ്കിൽ പിഴ ശിക്ഷ വേറെ. ഒരു പാസ്പോർട്ട് വെരിഫിക്കേഷൻ പോലും നടക്കില്ല. ഇത്രയും വലിയ കൊള്ള മലയാളികളോട് നടത്തുന്ന നിയമപാലകർക്കും ഭരണകൂടത്തിനും കോടികളുടെ സർക്കാർ മുതൽ ലോറി കയറ്റി പലതവണയായി സംസ്ഥാനം കടത്തിയിട്ടും അറിയാനും തടയാനും പറ്റിയില്ലെന്ന് പറഞ്ഞാൽ ആ പ്രതിഭാസത്തിനിടാൻ പറ്റിയ പേര് തിരഞ്ഞു കണ്ടുപിടിക്കേണ്ടി വരും. മുനവർ അലിക്ക് പുറമെ രഹന, മിലൻ, മൊയ്മൻ അലി, ഐമൽ അലി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ആഹാ, എല്ലാ യുവാക്കളാണല്ലോ. തട്ടിപ്പിനുള്ള ഒരു യൗവനും കൂടെ ജയിലിൽ നിന്ന് ഇറങ്ങിയാലും ബാക്കി കാണും. കേരളത്തിന്റെ മണ്ണിലൂടെ മാത്രമേ ഇത് സാധ്യമാകൂ എന്ന് തിരിച്ചറിഞ്ഞ് ഇങ്ങോട്ട് വെച്ചു പിടിച്ചതാവണം. നിങ്ങൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സഖാവ് പിണറായി വിജയന് ജനങ്ങൾക്കിടയിലുള്ള അംഗീകാരം വർദ്ധിക്കുകയുള്ളൂ. 2021 നമ്മുടെ
ആഹാ, സ്വസംസ്ഥാന ന്യായീകരണ തൊഴിലാളി ഇവിടെ ഉണ്ടായിരുന്നോ? ജനങ്ങൾക്കിടയിൽ അംഗീകാരം വർദ്ധിക്കുന്നതിൻ്റെ ഒരു വേഗതയാണ് അതിശയിപ്പിക്കുന്നത്. ഇങ്ങനെയുണ്ടോ ഒരു അംഗീകാരം കൂടിക്കൂടി മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ പേര് പോലും ആളുകൾ മറന്നു. ഓമന പേരുകൾ കൊണ്ടല്ലേ ഇപ്പൊ അംഗീകരിച്ചു കൂട്ടുന്ന അത്രയും. ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യവും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ആശയവും ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ പ്രശസ്തി ഓരോ ദിവസം വർദ്ധിപ്പിച്ച് വരുന്നതാണ്. ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം, ഉയർത്തിപ്പിടിച്ച ആശയം, ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ. പ്രശസ്തി വർദ്ധിച്ച് ഇടതിനെ കാണാൻ ലെൻസിലൂടെ നോക്കേണ്ട അവസ്ഥ വരെ എത്തി. ഒരു കാര്യം ഏതായാലും മനസ്സിലായി, നാമാവശേഷമായാലും നാവഭ്യാസം ശേഷിക്കും.